മെയിൻ ആയിട്ട് വെളിയിലേക്ക് പാമ്പ് കയറിയിരിക്കാതെ നോക്കണം കേട്ടോ. ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. വ്ലോഗിന്റെ ചെറിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ച ഒരു പ്ലാന്റിനെ കുറിച്ച് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ പ്ലാന്റ് ഏതാണ്? സ്നേക്ക് പ്ലാന്റ്. ആ പ്ലാന്റ് അപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ അതായിരുന്നു. അപ്പൊ ഈ ആഴ്ച നമ്മൾ വേറൊരു പ്ലാന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ വളർത്തുന്ന പ്ലാന്റുകളാണ് കേട്ടോ. അതൊക്കെ നമ്മള് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കുറേശ്ശെ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഓരോ ചെടികൾ കളക്ട് ചെയ്ത് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന പ്ലാന്റുകളാണ്. അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നു. ഓക്കെ, നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പ്ലാന്റിന്റെ പേര് ഫിലോഡെൻഡ്രോൺ എന്നാണ്. ഇത് ബ്രസീലിലാണ് കൂടുതലായി കാണപ്പെടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ പ്ലാന്റിനെ പരിചയപ്പെടാം കേട്ടോ. ഇതാണ് ഫിലോഡെൻ എന്ന പ്ലാന്റ്. ഇതിന്റെ ഇലകൾക്കൊക്കെ നല്ല പച്ച നിറമാണ് കേട്ടോ. നല്ല തിളക്കമുള്ള ഇലകളാണ്. പിന്നെ ഇത് വള്ളിച്ചെടിയായിട്ടും വളരും കേട്ടോ. ഇത് വള്ളിയായിട്ടും പടരും. ഇത് നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോൾ നല്ല തഴച്ച വട്ടത്തിൽ വരും. ഇത് വീടിന്റെ ഇൻഡോറിലും വെക്കാവുന്നതാണ്. ഇതിന് അധികം വെയിൽ ആവശ്യമില്ല. ഇത് നമുക്ക് വീടിന്റെ ഇൻഡോറിലൊക്കെ വെക്കാവുന്നതാണ് കേട്ടോ. ഇൻഡോറിലൊക്കെ വെക്കുമ്പോൾ നല്ല പച്ചപ്പ് നല്ല നല്ല ഭംഗിയിലിരിക്കും. ഉള്ളിലൊക്കെ വെക്കുമ്പോൾ നന്നായിട്ടുണ്ടാകും കേട്ടോ കാണാൻ. ഇത് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ചെടി കിട്ടിയതായിരുന്നു കേട്ടോ. എവിടുന്ന് ഏട്ടൻ കൊണ്ടുവന്നതായിരുന്നു. അതിന് ഞങ്ങള് വെച്ചിട്ട് ഇപ്പൊ ഇത്രയും വട്ടത്തിൽ വന്നതാണ്. ഇത് വലുതായതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഇതിനെ വേറൊരു ഇതിലായിട്ട് മാറ്റാൻ പോകണേ. ഒരു ചെറുത് പൊട്ടിച്ചിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഇതിനെ ഇതിലോട്ട് വെക്കാട്ടോ. ഇതേപോലെ ചെറുത് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതേപോലെ കൊണ്ടുവന്നതാണ് ഇപ്പോൾ വലുതായത്. നമ്മൾ ഐസ്ക്രീം വാങ്ങിയപ്പോ കിട്ടിയ ഡെപ്പിയാണ്. നമ്മൾ അതിനെ എടുത്തു വെച്ച് അത് വേസ്റ്റ് ആക്കി കളയാതെ അതില് നമ്മൾ ചെടി വെക്കണം കേട്ടാ. അങ്ങനെ നമ്മൾ ഓരോ ചെടികളും അങ്ങനെ തന്നെയാ വെച്ചിരിക്കുന്നത്. ഇത്ര ഇതിന്റെ ആവശ്യമുള്ളൂ. ഇതിനിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല തഴച്ച് വളരും. ഇങ്ങനെ വെച്ചതാണ് ഇതേപോലെ ഇരിക്കുന്നത്. അപ്പൊ ഇതേപോലെ നിങ്ങളും വെക്കുക. നല്ല ഭംഗിയുണ്ടാവും. ഇൻഡോറിലും വെളിയിലും എല്ലാവിടെയും വെക്കുക. നന്നായിരുന്നു. അതിന് പ്രത്യേകിച്ച് പരിചരണത്തിന്റെ ആവശ്യമില്ല. അപ്പൊ സുഹൃത്തുക്കളെ, പ്ലാന്റ് പരിചയപ്പെട്ടില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള പ്ലാന്റ് നമ്മൾ ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ ഇതേപോലെയുള്ള ചെറിയ ചെടികൾ കണക്ട് ചെയ്ത് വന്നിട്ടാണ് നമ്മൾ ഇതേപോലെ വെക്കുന്നത് കേട്ടോ. വീട്ടിലുള്ള എല്ലാ പ്ലാന്റുകളും അങ്ങനെ തന്നെയാണ്. ഞാൻ ഫസ്റ്റേ പറഞ്ഞു. അപ്പൊ അതേ സുഹൃത്തുക്കളെ, നിങ്ങളും ഇതേപോലെ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ചെറിയ ഒരു തൈ മതി. അത് കൊണ്ടുവന്ന് നല്ല രീതിയിൽ പരിപാലിച്ചാൽ ഇതേപോലെയുള്ള സെറ്റപ്പായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അത് നല്ല പരിപാലനം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിനുള്ളിലൊക്കെ വെച്ചെടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ആയിട്ട് വരും. അതേപോലെ തന്നെ കാണാൻ നന്നായിട്ട് നല്ല തഴച്ച വട്ടത്തിൽ ഇങ്ങനെ വളർന്നു വരും. മെയിനായിട്ട് വെളിയിലേക്ക് പാമ്പ് കയറിയിരിക്കാതെ നോക്കണം കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ല തഴച്ച് വളരുന്ന ഒരു സാധനമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ പ്ലാന്റിനെ കുറിച്ച് പറഞ്ഞില്ലേ, പേര് എനിക്ക് വലുതായിട്ട് കിട്ടുന്നത്. എന്താ പേര് പറഞ്ഞത്? ഫിലോഡൻ എന്നുള്ള പേരാണെന്ന് പറയുന്നു. പക്ഷേ ഇതിന്റെ വ്യക്തമായിട്ട് നമുക്ക് പേരറിയില്ല. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് വല്ല പേരറിയുകയാണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. കാരണം നമുക്കറിയുന്ന പേരാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് വേറെ പേരറിയുകയാണെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, അടുത്തൊരു നല്ല ഇതുപോലെയുള്ള ചെറിയ വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഓക്കെ, ബൈ.